നമസ്കാരം. ആദർശവതിയായ ജേർണലിസ്റ്റ് ആയിരുന്നു നമ്മുടെ വീണ ജോർജ്. ആരോഗ്യമന്ത്രി വീണ ജോർജിനെ കുറിച്ച് തന്നെയാണ് പറയുന്നത്. പിന്നീടോ കൊട്ടിഘോഷിച്ച് സുരക്ഷിത ആരോഗ്യ കേരളം. പക്ഷേ സാധാരണക്കാർക്ക് മാത്രം ഇവിടെ ചികിത്സയുള്ളൂ. മന്ത്രിമാരും ഉന്നതരുമൊക്കെ വിദേശത്താണ് ചികിത്സ. കാരണം കേരളത്തെക്കാൾ മോശമായ ചികിത്സ മതി മന്ത്രിക്കും ഉന്നതർക്കുമൊക്കെ. അതുകൊണ്ട് അവർ വിദേശത്ത് പോകുന്നു. ഇരുന്നും കെട്ടു ചത്തും കെട്ടു എന്നൊരു നാട്ടുമൊഴിയുണ്ട്. അതുപോലെയായി പോയി കാര്യങ്ങൾ. ആരോഗ്യമന്ത്രിയുടെ തള്ളുകൾ, സുരക്ഷിത ആരോഗ്യ കേരളം എന്നുള്ള തള്ളുകൾ. ആശുപത്രിയിൽ ICUവിൽ പോലും തുണി കെട്ടി മറച്ചുള്ള ഓപ്പറേഷനുകൾ. ഓപ്പറേഷൻ കഴിഞ്ഞു കിടക്കുന്ന രോഗികൾ തുണി കൊണ്ട് മറച്ചു കെട്ടിക്കിടക്കുന്ന അവസ്ഥ. ആശുപത്രികളിൽ മരുന്നില്ല. ഇനിയോ നല്ലതിനു വേണ്ടി അല്ലെങ്കിൽ സത്യത്തിനു വേണ്ടി വാദിച്ച നല്ലൊരു ജേർണലിസ്റ്റ്, ആ മുഖവും പോയി, മന്ത്രി എന്ന മുഖവും പോയി. ഇക്കഴിഞ്ഞ ഫെബ്രുവരി 25-ന് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ തീവണ്ടി കയറാനെത്തിയ വീണ ജോർജിനെ കരിങ്കൊടി കാണിച്ചു KSU പ്രവർത്തകർ. പിന്നീട് കേരളം കണ്ടത് എന്തെല്ലാം ബഹളമായിരുന്നു. മന്ത്രിയുടെ കൈ പിടിച്ചൊടിച്ചത്രേ, ആയുധം കൊണ്ട് കൊല്ലാൻ ശ്രമിച്ചു. പിന്നെയോ കഴുത്തിന് ആഞ്ഞടിച്ചു. കഴുത്തിന് ഗുരുതരമായ പരിക്ക്, ആശുപത്രിയിൽ അഡ്മിറ്റ്. 2 ദിവസം കഴിഞ്ഞ് രാഖി രാമാനം ആശുപത്രിയിൽ നിന്ന് മുങ്ങി. ഗുരുതരമായ രോഗമുള്ള മന്ത്രി ആശുപത്രിയിൽ നിന്ന് കണ്ണൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് ഒറ്റ പാച്ചിൽ. അതിന്റെ പിന്നാലെ കേരളത്തിൽ എല്ലായിടവും അക്രമങ്ങൾ. കോൺഗ്രസിന്റെ പാർട്ടി ഓഫീസുകൾ CPMകാർ ആക്രമിച്ചു. കുറെ ചെറുപ്പക്കാരുടെ പേരിൽ കേസ്. 2 ആഴ്ചയോളം ജയിലിൽ. പ്രതികളിൽ ഒരാളിന്റെ വീട്ടിൽ ബോംബാക്രമണം. വീട്ടിൽ അന്ന് ആളുകൾ താമസമില്ലാതിരുന്നത് കൊണ്ട് മാത്രം പാവം വീട്ടുകാർ രക്ഷപ്പെട്ടു. കേരളം മുഴുവൻ അക്രമം. മന്ത്രിക്ക് സുരക്ഷ ഒരുക്കിയ SI ഉൾപ്പെടെയുള്ള പോലീസുകാരും ആക്രമണം നേരിൽ കണ്ടില്ല. അങ്ങനെ ഒരു ആക്രമണം നടന്നിട്ടില്ല എന്നവർ മൊഴി കൊടുത്തു. ഈ സർക്കാരിന്റെ കാലത്ത് തന്നെയാണ് ഈ സംഭവം എന്ന് ഓർക്കണം. പിന്നെയോ CCTV ദൃശ്യങ്ങളിൽ, റെയിൽവേ സ്റ്റേഷനിലെ CCTV ദൃശ്യങ്ങളിലൊന്നും അങ്ങനെ ഒരു ആക്രമണം നടന്നതിന്റെ ദൃശ്യങ്ങളില്ല. പിന്നെ എന്തിനു വേണ്ടിയായിരുന്നു കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇത്രയും ആക്രമണങ്ങൾ അഴിച്ചുവിട്ടത്? ആരെ ബോധ്യപ്പെടുത്താൻ? എന്തിനു വേണ്ടി കുറച്ച് ചെറുപ്പക്കാരെ കേസിന്റെ നൂലാമാലകളിൽ കുടുക്കി? നാളെ ഒരു PSC ജോലി കിട്ടുമ്പോൾ അവർക്ക് വഴിമുടക്കാകുന്ന രീതിയിൽ എന്തിന് ഇവരെ ക്രിമിനൽ കേസിൽ കുടുക്കി? കരിങ്കൊടി പ്രതിഷേധം മാത്രമാണ് നടന്നതെന്നും യാതൊരു വിധത്തിലുള്ള ആക്രമണങ്ങളും നടന്നിട്ടില്ല എന്നും കണ്ടുനിന്നവരെല്ലാം മൊഴി നൽകുകയായിരുന്നു, പോലീസും റെയിൽവേ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ. അപ്പോൾ കരിങ്കൊടി കണ്ടാണോ മന്ത്രി ബോധം കെട്ട് വീണത്? അത്രയ്ക്കുള്ള ശക്തിയെ അല്ലെങ്കിൽ മനസ്സിന്റെ കട്ടിയെ മന്ത്രിക്കുള്ളോ? ഒരു കരിങ്കൊടി കണ്ടാൽ ബോധം കെട്ട് വീഴത്തക്ക വിധത്തിൽ ദുർബലമായിരുന്നു ഒരു ജേർണലിസ്റ്റ്. കോൺഗ്രസ് അന്നേ ആരോപിച്ചിരുന്നു ഇത് കെട്ടിച്ചമച്ചതാണെന്ന്. സംഭവം നടന്ന് 2 മാസങ്ങൾക്ക് ശേഷം മന്ത്രി തന്നെ മൊഴി നൽകിയിരിക്കുകയാണ്. ഉന്തും തള്ളും ഉണ്ടായതേയുള്ളൂ, ആക്രമണം നടന്നിട്ടില്ല. അപ്പോൾ കോൺഗ്രസിന്റെ വാദം ശരിവെക്കുന്നതായിരുന്നു മന്ത്രിയുടെ മൊഴിയും. വീണ്ടും ഞാൻ ഒന്നുകൂടി ചോദിക്കുന്നു, പിന്നെ എന്തിന് ഈ ചെറുപ്പക്കാരെ 2 ആഴ്ച ജയിലിൽ കിടത്തി? അവരുടെ ഭാവിയിൽ എന്തിന് കരിവാരി തേച്ചു? ഒരു ജേർണലിസ്റ്റായ താങ്കൾക്ക് ഇത്രയ്ക്ക് ഉളുപ്പില്ലേ? ഒരു മന്ത്രി എന്ന നിലയിൽ താങ്കൾക്ക് ഇത്രയ്ക്ക് ഉളുപ്പില്ലേ? ചോദിച്ചു പോവുകയാണ് സാധാരണ ജനമെന്ന നിലയിൽ. ചോദിക്കാതിരിക്കാൻ കഴിയില്ല. ഇന്ന് എല്ലായിടത്തും CCTV ക്യാമറകളും മൊബൈലുകളും പെൻ ക്യാമറകൾ കൊണ്ട് നടക്കുന്ന ആളുകൾ പോലുമുണ്ട്. അടുത്ത ദിവസം നമ്മൾ വായിച്ചതാണ് കണ്ണടയിൽ ക്യാമറ ഫിറ്റ് ചെയ്തിരിക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഇക്കാലത്ത് എങ്ങനെയാണ് ഇങ്ങനെ കള്ളം പറഞ്ഞ് പൊലിപ്പിക്കാൻ കഴിയുന്നത്? ഒരു സംസ്ഥാനം ഭരിക്കുന്ന മന്ത്രിക്കാണ്, ആരോഗ്യരംഗം ഭരിക്കുന്ന മന്ത്രിയാണ് ഇത്രയും വലിയ കള്ളം പറഞ്ഞത്. എന്ത് ചെയ്താലും കാണാൻ കണ്ണുകളുണ്ട്. പണ്ടാണ് പറയുന്നത് മുകളിൽ ഒരാളുണ്ട് കാണാനെന്ന്. ഇന്ന് എല്ലായിടത്തും കണ്ണുകളാണ്. മുകളിൽ മാത്രമല്ല, നേരെയും താഴെയുമൊക്കെ കണ്ണുകളാണ്.
ഈ കണ്ണുകൾ നമ്മുടെ ഏത് കള്ളവും പൊളിച്ചെടുക്കും. അപ്പോൾ പിന്നെ കരങ്ങിട്ട് കാര്യമില്ല. ജനം പുച്ഛിക്കും. ഇലക്ഷൻ കാലമായതുകൊണ്ട് എന്തെങ്കിലും കാട്ടി സിമ്പതി പിടിച്ചുപറ്റി വിജയിക്കാനുള്ള തന്ത്രം. ഇത്തരം തന്ത്രങ്ങൾ അന്നേ പൊളിഞ്ഞു. കാലം മാറി. ഇനിയെങ്കിലും ജേർണലിസ്റ്റെ താങ്കൾ മനസ്സിലാക്കണം. പ്രിയപ്പെട്ട മന്ത്രിയെ, സഖാവെ താങ്കൾ മനസ്സിലാക്കണം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി ഉടൻ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.